Hello everyone, welcome to E-REAVEALING channel. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ഒരു അടിപൊളിയായ വീഡിയോ ആണ് നോക്കാൻ പോകുന്നത്. എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന ഒരു യൂട്യൂബറിന്റെ കയ്യിൽ എന്തൊക്കെ ആപ്സ് ഇരിക്കണം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ആപ്സ് വീഡിയോ എഡിറ്റിംഗ് ആപ്സ് ആണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ആപ്പ്. ശരിക്കും നമുക്ക് ഫസ്റ്റത്തെ ആപ്പ് നോക്കാം. ഫസ്റ്റത്തെ ആപ്പ് കൈൻമാസ്റ്റർ. ഇത് നിങ്ങൾക്ക് എല്ലാവരും പരിചയപ്പെട്ട പേരായിരിക്കും. ഈ ആപ്പിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വീഡിയോ എഫക്ട്സ് ഒക്കെ അടിപൊളിയായിരിക്കും. കൂടാതെ നോക്കുമ്പോഴേ നമുക്ക് ഈസിയായി എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇരിക്കും. ഇതൊരു എഡിറ്റർ ചോയ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്പാണ്. ഇതിന്റെ മൈനസ് പോയിന്റ് എന്തെന്ന് വെച്ചാൽ ഇതിന്റെ എക്സ്പോർട്ട് ആണ്. ഇത് കുറഞ്ഞ ഫോണിൽ ഇട്ടല്ല അതിന്റെ ഡിസ്പ്ലേ സൈസിനുള്ള എക്സ്പോർട്ട് സൈസ് വരും. 1080 പിക്സൽ എക്സ്പോർട്ട് വരില്ല. അതാണ് ഇതിൻ്റെ ഒരു മൈനസ് പോയിന്റ്. ശരി, ഈ ആപ്പിൻ്റെ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത ആപ്പ് പവർ ഡയറക്ടർ. കൈൻമാസ്റ്ററിൻ്റെ അതേ ഫ്യൂച്ചർ ഫംഗ്ഷൻ ഉള്ള ആപ്പ് തന്നെ. പക്ഷേ ഇതിൻ്റെ ഒരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ ഫോണിൽ ഈ ആപ്പ് വെച്ച് നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്താൽ 1080 പിക്സലിൽ ഇത് എക്സ്പോർട്ട് ആവും. പക്ഷേ കൈൻമാസ്റ്ററിൽ അത് അങ്ങനെ സാധിക്കില്ല. അതാണ് ഞാൻ അത് മൈനസ് പറയാൻ കാരണം. പവർ ഡയറക്ടറിൻ്റെ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ശരി, നമുക്ക് തംബ്ലൈൻ ഫോട്ടോ എഡിറ്റിംഗ് ആപ്സ് നോക്കാം. ഫസ്റ്റ് പ്ലേസിൽ ഇരിക്കുന്നത് പിക്സാർ. ഇതൊരു നല്ലൊരു ആപ്പാണ്. നിറയെ മില്യൺ പേര് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും എന്തൊക്കെ വെറൈറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യണം ആ വെറൈറ്റിയിലേക്ക് പിക്സാർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റൈറ്റിങ്ങിൽ ഇഷ്ടപ്പെട്ട ലോഗോ എല്ലാം വെച്ച് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. സെക്കൻഡ് പ്ലേസിലിരിക്കുന്ന ആപ്പ് സ്നാപ്സീഡ്. ഇതൊരു ഗൂഗിളിൻ്റെ ആപ്പാണ്. ഇതൊരു പിക്സാർട്ടിനെ പോലെ നിങ്ങൾക്ക് ലോഗോ ഒക്കെ വെച്ച് തംബ്ലൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു സിമ്പിളായിട്ടുള്ള തംബ്ലൈൻ എഡിറ്റിംഗ് ആപ്പിനെ പറയാം. വലുതായിട്ട് ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇനിയാണ് നമ്മുടെ ഇതിൽ ഒരു മെയിൻ ആപ്സ് എന്ന് ഞാൻ പറയാം. ഇതൊക്കെ നമ്മൾ എഡിറ്റിംഗ് ആപ്സ് തന്നെ. ഇനിയാണ് നമ്മൾ വോയിസ് റെക്കോർഡിംഗ് ആപ്സ്. അതാണ് നോക്കാൻ പോകുന്നത്. ഞാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരേ ഒരു ആപ്പാണ് എടുത്തിട്ട് വന്നിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യണത് സ്മാർട്ട് റെക്കോർഡ്. ഈ റെക്കോർഡിന് വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. ചിലർ വിചാരിക്കും നമ്മുടെ സ്വന്തം ഫോണിലേ ഇരിക്കുമല്ലോ റെക്കോർഡ് ചെയ്യണത് എന്ന് പറയാം. ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെളിയിലുള്ള നോയ്സ് ചെറിയൊരു കാറ്റിൻ്റെ ഇതിലേക്ക് ഇത് ശകലം മാറ്റി തരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതും ഇല്ലാതെ ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ആപ്പിനെ ഇതിൽ നിന്ന് റെക്കോർഡ് ചെയ്യണതിന് അതിൽ സപ്പോർട്ടാവും. അതിന് മുമ്പ് ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്പിൻ്റെ പേരാണ് ഇറാസിറ്റി. ഈ ആപ്പല്ല ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടറിലും ലാപ്പിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിങ്ങൾ സ്മാർട്ട് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യുന്ന ആഡിയോ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ആഡിയോ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന കംപ്ലീറ്റ് നോയ്സ് നമുക്ക് ഇതിലേക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സൗണ്ട് കൂട്ടാൻ പറ്റും, സൗണ്ട് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനത്തെ കുറേ ഫങ്ഷൻസ് ഇതിലുണ്ട്. ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടാം. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ആപ്സും സോഫ്റ്റ്വെയറും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ മുഴുവൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും, കൈൻമാസ്റ്റർ ആൻഡ് പവർ ഡയറക്ടർ ഇത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ വാട്ടർമാർക്ക് കിടക്കുമല്ലോ, ഇതെങ്ങനെ വെച്ച് നമുക്ക് എഡിറ്റ് ചെയ്യണമെന്ന്. അതിന് ഞാൻ ഒരു വീഡിയോ ഇടാം. അതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് E-REAVEALING ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് ഇതൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.